ജാലകം സുഹൃത്തുക്കളെ, എൻ്റെ ഒരു കവിതയുമായിട്ട് ഈ സർഗജാലകത്തിൽ എത്താൻ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട് എനിക്കുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഞാൻ ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് കവിതകൾ എഴുതാറുണ്ട്, ലേഖനങ്ങൾ എഴുതാറുണ്ട്, നാടകങ്ങൾ എഴുതാറുണ്ട്, ചെറുകഥകളും എഴുതാറുണ്ട്. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിത അത് എവിടെത്തി നിൽക്കുന്നു നമ്മൾ എന്ന ശീർഷകത്തോടു കൂടിയ ഒരു കവിതയാണ്. അതിലെ പ്രതിപാദ്യം ആ ശീർഷകം വ്യക്തമാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹം അഥവാ കേരളീയ സമൂഹം ഇന്ന് എത്തി നിൽക്കുന്ന തികച്ചും പരിതാപകരമായ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ്. മനുഷ്യ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ ഗൗരവതരമായിട്ട് ആദ്യം ചോദിച്ചത് ആധുനിക കവിതയുടെ ഉപജ്ഞാതാവ് എന്നെല്ലാം പേര് കിട്ടിയിട്ടുള്ള T.S. എലിയട്ടാണ്. അദ്ദേഹമാണ് ഈ മൂല്യബോധം നഷ്ടപ്പെട്ട, ദിശാബോധം നഷ്ടപ്പെട്ട മനുഷ്യ സമൂഹത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ട് എന്ന് ഓർത്ത് പരിതപിച്ചതും അത്ഭുതപ്പെട്ടതുമല്ല. അതിൻ്റെ പരിതാപകരമായ അവസ്ഥ വെളിപ്പെടുത്താനാണ്, വളരെ നാടകീയമായിട്ട് വെളിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം രചിച്ച പരീക്ഷണാത്മക കവിതയാണ് വിശ്വപ്രസിദ്ധി നേടിയ ദ വേസ്റ്റ് ലാൻഡ് എന്ന കവിത, മരുഭൂമി എന്ന കവിത. ഏതാണ്ട് വേസ്റ്റ് ലാൻഡ് കൈകാര്യം ചെയ്ത അതേ വിഷയം തന്നെയാണ് ഇതിലും പ്രതിപാദ്യ വിഷയമായിട്ടുള്ളത്. നമ്മളുടെ സമൂഹം, നമ്മൾ ധാരാളം പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. ശാസ്ത്രത്തിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയുമെല്ലാം നമ്മളുടെ ഭൗതിക സുഖ സൗകര്യങ്ങളെല്ലാം അതിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒക്കെ നേരാണ്. പക്ഷേ ഈ ശാസ്ത്രീയ നേട്ടങ്ങളും സാങ്കേതിക നേട്ടങ്ങളും പുരോഗതികളും ഭൗതികമായി നമ്മൾ ഉണ്ടാക്കിയ സമൃദ്ധിയും എല്ലാം തന്നെ എന്തിനാണ്? നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മളുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. പക്ഷേ ഈ നമ്മളുടെ പ്രവൃത്തിയിലൂടെ സ്വായത്തമാക്കേണ്ട സമാധാനവും സന്തോഷവും മാത്രം ഈ നവസമൂഹത്തിന് കിട്ടാറില്ല. എന്തിനൊക്കെയോ വേണ്ടി എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്നു എന്ന മട്ടിലേക്കാണ്, ദിശാബോധം തെറ്റിയ മട്ടിലേക്കാണ് നമ്മളുടെ പുരോഗതിയെ നമ്മൾ ആനയിച്ചു കൊണ്ട് പോകുന്നത് എന്നത് ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ കവിതയുടെ ലക്ഷ്യം. അതിൻ്റെ പ്രതിപാദ്യ വിഷയവും അതുതന്നെയാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം വലിയ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ആ വലിയ കാര്യങ്ങളിലൂടെ നമ്മൾ നേടേണ്ടതൊന്നും നമ്മൾ നേടുന്നില്ല. നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ മുഴുകുന്നില്ല. പ്രവൃത്തിയിൽ മുഴുകുമ്പോഴാണല്ലോ അതിൽ നിന്ന് ആനന്ദം കിട്ടേണ്ടത്. ഒരു പ്രവൃത്തിയിലും നമ്മൾ മുഴുകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. നമ്മൾ ഓടി നടക്കുന്നു, എന്തിനൊക്കെ വേണ്ടി പരതി നടക്കുന്നു, എന്തെല്ലാമോ പ്രകടനപരമായിട്ട് നമ്മെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ കിട്ടേണ്ട സന്തോഷം, സമാധാനം, ഈ ഒരു ജീവിതത്തിന് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കുക എന്ന നേട്ടം നമുക്ക് കൈവരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാജയം. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മളുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ കിട്ടും. അത്തരം ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന കുറേ ഉദാഹരണങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മളുടെ ജീവിതം എത്രയോ ശുഷ്കമാണ്, എത്രയോ പൊള്ളയാണ്. T.S. എലിയട്ട് ഹോളോമൻ എന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത മനുഷ്യ ജീവിതം എത്ര പൊള്ളയായിട്ട് അന്തസ്സാര ശൂന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു കവിതയാണ് T.S. എലിയട്ടിൻ്റെ ഹോളോമൻ. ഏതാണ്ട് അതുതന്നെയാണ് ഇതിൻ്റെയും പ്രതിപാദ്യ വിഷയം. ആ രീതിയിലല്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ ശുഷ്കമായ ജീവിതം, നമ്മളുടെ വ്യർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ജീവിതം, സന്തോഷം കണ്ടെത്താനാകാത്ത ജീവിതം, സമാധാനം കണ്ടെത്താൻ ആകാത്ത ജീവിതം, ദിശ നഷ്ടപ്പെട്ട ജീവിതം, അതിനെ പല പല ഉദാഹരണങ്ങളിലൂടെ, നമ്മുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൂടെയുള്ള പല പല ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ
ഈ കവിതയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി ഈ കവിത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നന്ദി, നമസ്കാരം.